എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 IPL സീസണിലെ അത്യന്തം ആവേശകരവും രോമാഞ്ചജനകവുമായ ക്വാളിഫയർ 2 മഹാമത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ പോരാട്ടം അവസാനിച്ചപ്പോൾ ക്രിക്കറ്റ് ലോകത്തിന്റെ മുഴുവൻ കണ്ണുകളെയും ഈറനണിയിക്കുന്ന ഹൃദയഭേദകമായ ഒരു കാഴ്ചയ്ക്കാണ് മുല്ലാൻപൂരിലെ മൈതാനം സാക്ഷ്യം വഹിച്ചത്. തോൽവിയുടെ ഭാരം താങ്ങാനാവാതെ മൈതാനത്തിന് നടുവിൽ പൊട്ടിക്കറിഞ്ഞ് 14-കാരനായ വണ്ടർ ബോയ് വൈഭവ് സൂര്യവംശിയെയും മത്സരത്തിലെ ഹീറോയായ ശുഭ്മാൻ ഗില്ലിനെയും കാണാൻ സാറ ടെണ്ടുൽക്കർ നേരിട്ട് മൈതാനത്തേക്കെത്തിയപ്പോൾ അവിടെ ആകെയുണ്ടായിരുന്ന അന്തരീക്ഷം തന്നെ പൂർണ്ണമായും മാറിമറിയുകയായിരുന്നു. ഒരു വശത്ത് രാജസ്ഥാന്റെ ഈ കൊച്ചു പോരാളിയുടെ കണ്ണുകളിൽ തോൽവിയുടെ കണ്ണുനീർ തളം കെട്ടി നിന്നപ്പോൾ മറുവശത്ത് ശുഭ്മാൻ ഗില്ലിന്റെ മുഖത്ത് ചരിത്ര വിജയത്തിന്റെ തിളക്കമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനിടയിലാണ് വൈഭവ് സൂര്യവംശിയുടെ തളരാത്ത പോരാട്ട വീര്യത്തെക്കുറിച്ചും ശുഭ്മാൻ ഗില്ലിന്റെ അവിശ്വസനീയമായ പ്രകടനത്തെക്കുറിച്ചും സാറ ടെണ്ടുൽക്കർ കായിക ലോകത്തെ ഒന്നാകെ അമ്പരിപ്പിക്കുന്ന വികാരഭരിതമായൊരു പ്രസ്താവന നടത്തിയത്. അത്യന്തം ദീർഘവും ആവേശം കൊള്ളിക്കുന്നതുമായ ഇന്നത്തെ ഈ പ്രത്യേക വീഡിയോയിൽ മുല്ലാൻപൂരിലെ മൈതാനത്ത് നടന്ന ചരിത്രപരവും വൈകാരികവുമായ ആ സമാഗമത്തിന്റെ ഉള്ളറ കഥകളും സാറ ടെണ്ടുൽക്കറുടെ ആ വാക്കുകളും അക്ഷരം പ്രതി ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അതിനാൽ ഈ വീഡിയോയുടെ അവസാനം വരെ ഞങ്ങളോടൊപ്പം ചേരുക. കായിക സ്പിരിറ്റിന്റെ ഈ മനോഹര നിമിഷത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകാൻ മറക്കരുത്. എന്നാൽ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് പ്രിയ ക്രിക്കറ്റ് ആരാധകരെ, നിങ്ങൾക്ക് വ്യക്തിപരമായി എന്താണ് തോന്നുന്നത്? ശ്വാസം അടക്കിപ്പിടിച്ചിരുന്ന ഈ ഹൈ പ്രഷർ നോക്കൌട്ട് മത്സരത്തിൽ ഗുജറാത്ത് നായകൻ ശുഭ്മാൻ ഗിൽ നേടിയ 104 റൺസിന്റെ ആ ക്ലാസിക് ക്യാപ്റ്റൻസി സെഞ്ചുറിയാണോ, അതോ രാജസ്ഥാൻ റോയൽസിന്റെ 14-കാരനായ വണ്ടർ ബോയ് വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിൽ നിന്നും അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ച ആ തീപ്പൊരി റൺസാണോ ഏറ്റവും മികച്ചത്? നിങ്ങളുടെ വിലയേറിയതും നിഷ്പക്ഷവുമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഗിൽ ക്ലാസ് എന്നോ വൈഭവ് ഹാർട്ട് എന്നോ എഴുതി ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ലോക ക്രിക്കറ്റ് ചരിത്രത്തിൽ കാലങ്ങളോളം ഓർമ്മിക്കപ്പെടുന്ന IPL 2026 ഈ നിർണായക ക്വാളിഫയർ 2 മത്സരം അരങ്ങേറിയത് മുല്ലാൻപൂരിലെ മഹാരാജ യാദവേന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ മനോഹരമായ ഗ്രൗണ്ടിലായിരുന്നു. ജീവൻ മരണ പോരാട്ടത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ രാജസ്ഥാൻ റോയൽസ് നിശ്ചിത 20 ഓവറിൽ 214 റൺസ് എന്ന അമ്പരപ്പിക്കുന്ന പടുകൂറ്റൻ സ്കോറാണ് പടുത്തുയർത്തിയത്. ഈ സുരക്ഷിത സ്കോറിലേക്ക് രാജസ്ഥാനെ എത്തിച്ചത് മൈതാനത്ത് കാലുകുത്തിയ നിമിഷം മുതൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ലോകോത്തര ബോളിംഗ് നിരയെ കടന്നാക്രമിച്ച കേവലം 14 വയസ്സ് മാത്രം പ്രായമുള്ള വൈഭവ് സൂര്യവംശി എന്ന പ്രതിഭയായിരുന്നു. പാറ്റ് കമ്മിൻസിനെയും കഗീസോ റബാഡയെയും പോലുള്ള അപകടകാരികളായ ബോളർമാർക്കെതിരെ വെറും 29 പന്തുകൾ മാത്രം നേരിട്ട ഈ കൊച്ചുമിടുക്കൻ 5 തകർപ്പൻ ബൗണ്ടറികളും മേഘങ്ങളെ കീറിമുറിക്കുന്ന 12 പടുകൂറ്റൻ സിക്സറുകളും പറത്തി 96 റൺസിന്റെ ചരിത്രപരവും അത്യന്തം വിനാശകരവുമായൊരു ഇന്നിംഗ്സാണ് കാഴ്ചവെച്ചത്. സ്റ്റേഡിയത്തെ ഒന്നാകെ പ്രകമ്പനം കൊള്ളിച്ച ആ ബാറ്റിംഗ് വെടിക്കെട്ടിന് ശേഷം 215 റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യം പിന്തുടരാൻ ഗുജറാത്ത് ടൈറ്റൻസ് ഇറങ്ങിയപ്പോൾ നായകൻ ശുഭ്മാൻ ഗിൽ മുന്നിൽ നിന്ന് പട നയിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. വെറും 53 പന്തുകളിൽ നിന്ന് 15 മനോഹരമായ ബൗണ്ടറികളും 3 കൂറ്റൻ സിക്സറുകളും സഹിതം 104 റൺസിന്റെ മാന്ത്രികവും അവിശ്വസനീയവുമായ ഒരു ക്യാപ്റ്റൻസി സെഞ്ചുറിയാണ് ഗിൽ സ്വന്തമാക്കിയത്. ഗില്ലിന്റെ ഈ ഐതിഹാസിക ഇന്നിംഗ്സിനൊപ്പം സായ് സുദർശൻ നേടിയ 58 റൺസ് കൂടിയായപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസ് ഈ കടുത്ത മത്സരം അനായാസം വിജയിച്ച് ഫൈനലിലേക്കുള്ള ടിക്കറ്റ് ഉറപ്പിച്ചു. ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഈ മഹാവിജയം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട നിമിഷം തന്നെ ഫൈനൽ എന്ന രാജസ്ഥാൻ റോയൽസിന്റെ മനോഹരമായ സ്വപ്നം ഒരു നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമായി. സീസണിലുടനീളം രാവും പകലും വിശ്രമമില്ലാതെ കഠിനാധ്വാനം ചെയ്ത ആ 14-കാരനായ കൊച്ചു പോരാളി വൈഭവ് സൂര്യവംശിക്ക് തന്റെ ടീമിന്റെ ഈ കനത്ത പരാജയവും തനിക്ക് നഷ്ടപ്പെട്ട സെഞ്ചുറിയുടെ വേദനയും താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. മൈതാനത്തിന് നടുവിൽ പിച്ച് ചെയ്ത മണ്ണിൽ മുട്ടുകുത്തിയിരുന്ന് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ 2 കൈകളും കൊണ്ട് മുഖം പൊത്തി അവൻ വിതുമ്പിക്കരയുകയായിരുന്നു. മാസങ്ങളോളം നീണ്ട അവന്റെ കഠിനമായ തപസ്സിന്റെ വേദനകളാണ് ആ കണ്ണുകളിൽ നിന്നും ഒഴുകിയിറങ്ങിയത്. മൈതാനത്തിന് നടുവിൽ നിസ്സഹായനായി കരയുന്ന വൈഭവിനെയും മറുവശത്ത് വിജയലഹരിയിൽ മതിമറന്ന് ആഘോഷിക്കുന്ന ഗുജറാത്ത് ക്യാമ്പിനെയും VIP സ്റ്റാൻഡിലിരുന്ന് വീക്ഷിച്ചുകൊണ്ടിരുന്ന സാറ ടെണ്ടുൽക്കർക്ക് ആ കാഴ്ച കണ്ടിട്ട് വെറുതെ ഇരിക്കാൻ കഴിഞ്ഞില്ല. ആ 14-കാരന്റെ കണ്ണുനീർ കണ്ട ഹൃദയമലിഞ്ഞ സാറ ഉടൻ തന്നെ VIP സ്റ്റാൻഡിന്റെ പടികളിറങ്ങി സുരക്ഷാ ഉദ്യോഗസ്ഥരെ പോലും വകവയ്ക്കാതെ മൈതാനത്തിന് നടുവിലിരുന്ന് കരയുന്ന വൈഭവ് സൂര്യവംശിയുടെയും വിജയശില്പിയായ ശുഭ്മാൻ ഗില്ലിന്റെയും അടുത്തേക്ക് ഓടിയെത്തി. കായിക സ്പിരിറ്റിന്റെയും മനുഷ്യത്വത്തിന്റെയും അവിശ്വസനീയവും ഹൃദയസ്പർശിയുമായ ഒരു മഹത്തായ മാതൃകയാണ് സാറ അവിടെ കാഴ്ചവെച്ചത്. സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് കാണികളെയും ടെലിവിഷൻ സ്ക്രീനിൽ മത്സരം കണ്ടുകൊണ്ടിരുന്ന കോടിക്കണക്കിന് ആരാധകരെയും ഈ നിമിഷം അക്ഷരാർത്ഥത്തിൽ കണ്ണീരണിയിച്ചു. മൈതാനത്തെ മണ്ണിലിരുന്ന് വിതുമ്പുന്ന വൈഭവിന്റെ അടുത്തേക്ക് ചെന്ന സാറ ഏറെ വാത്സല്യത്തോടെ അവന്റെ തലയിൽ തലോടി ആശ്വസിപ്പിക്കുകയും സ്വന്തം പോക്കറ്റിൽ നിന്നും ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് ആ കൊച്ചു പോരാളിയുടെ കണ്ണുനീർ സ്വന്തം കൈകൾ കൊണ്ട് തുടച്ചുമാറ്റുകയും ചെയ്തു. ഒട്ടും നിരാശപ്പെടേണ്ടതില്ലെന്ന് വൈഭവിനെ ഉപദേശിച്ച ശേഷം തൊട്ടടുത്ത് നിൽക്കുകയായിരുന്ന ഗുജറാത്ത് നായകൻ ശുഭ്മാൻ ഗില്ലിന് നേരെ അവർ കൈകൾ നീട്ടി. അദ്ദേഹത്തിന് കൈകൊടുത്ത് ഈ ചരിത്ര വിജയത്തിനും ഫൈനൽ പ്രവേശനത്തിനും ആ അവിസ്മരണീയമായ സെഞ്ചുറിക്കും സാറ ഹൃദയപൂർവ്വം അഭിനന്ദനങ്ങൾ അറിയിച്ചു.
കായിക ലോകത്തെയും സോഷ്യൽ മീഡിയയിലെയും ഈ 3 വലിയ താരങ്ങൾ മുല്ലാൻപൂരിലെ മൈതാനത്ത് ഒരുമിച്ച് നിൽക്കുന്നത് കണ്ട സ്റ്റേഡിയം മുഴുവൻ ശുഭ്മാൻ, വൈഭവ്, സാറ എന്നീ നാമങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് കരഘോഷം മുഴക്കി. എല്ലാവരും തങ്ങളുടെ ക്യാമറകളിൽ ഈ അപൂർവ നിമിഷം പകർത്തിക്കൊണ്ടിരുന്നു. ചരിത്രപരവും രോമാഞ്ചകരവുമായ ഈ ചരിത്ര സമാഗമത്തിന് ശേഷം പ്രസ് ബോക്സിൽ വെച്ച് മാധ്യമപ്രവർത്തകർ സാറയെ വരയുകയും ഈ ആവേശകരമായ മത്സരത്തെക്കുറിച്ചും ഗില്ലിന്റെ സെഞ്ചുറിയെക്കുറിച്ചും മൈതാനത്ത് കരഞ്ഞ 14-കാരനെക്കുറിച്ചും ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തപ്പോൾ മുഖത്തൊരു പുഞ്ചിരിയോടെ അങ്ങേയറ്റം ഗൗരവത്തോടെയും വികാരഭരിതവുമായി സാറ ടെണ്ടുൽക്കർ നൽകിയ മറുപടി നിമിഷനേരം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പടർന്നു പിടിച്ചു. ഇടറിയ ശബ്ദത്തോടെ സാറ ക്യാമറകൾക്ക് മുന്നിൽ പറഞ്ഞു, ഇന്ന് മുല്ലാൻപൂരിലെ ഈ ചരിത്ര മൈതാനത്ത് ക്വാളിഫയർ 2 മത്സരം അവസാനിച്ചപ്പോൾ ഒരു ക്രിക്കറ്റ് ആരാധിക എന്ന നിലയിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ മികച്ച വിജയത്തിലും ശുഭ്മാൻ ഗില്ലിന്റെ ക്ലാസിക് സെഞ്ചുറിയിലും എനിക്ക് അതിയായ സന്തോഷമുണ്ടായിരുന്നു. പ്ലേ ഓഫ് പോലെ ഒരു വലിയ വേദിയിൽ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് വെറും 53 പന്തിൽ 104 റൺസ് നേടിയ അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സ് അദ്ദേഹം എത്രത്തോളം പക്വതയുള്ള ഒരു മികച്ച കളിക്കാരനാണെന്ന് തെളിയിക്കുന്നു. ഇന്ന് അദ്ദേഹം തന്റെ ടീമിനെ മുന്നിൽ നിന്ന് നയിച്ച രീതിയും അദ്ദേഹത്തിന്റെ ടൈമിംഗും ക്ലാസും വരും കാലങ്ങളിൽ ഏറെ ഓർമ്മിക്കപ്പെടും. എന്നാൽ മറുവശത്ത് മത്സരം അവസാനിച്ചുടനെ പിച്ചിന് സമീപമിരുന്ന് കരയുന്ന 14-കാരനായ വൈഭവ് സൂര്യവംശിയെ കണ്ടപ്പോൾ എന്റെ ഹൃദയം തകർന്നുപോയി. എന്റെ കണ്ണുകളും നിറഞ്ഞു. 2.5 മാസത്തോളം രാവും പകലും നെറ്റ്സിൽ വിയർപ്പൊഴുക്കി കഠിനാധ്വാനം ചെയ്ത ശേഷം പാറ്റ് കമ്മിൻസിനെയും കഗീസോ റബാഡയെയും പോലുള്ള ലോകോത്തര ബോളർമാർക്കെതിരെ 12 കൂറ്റൻ സിക്സറുകളോടെ 96 റൺസ് നേടിയ ആ കുട്ടിയുടെ ടീം ഫീൽഡിംഗ് പിഴവുകൾ കാരണം പരാജയപ്പെട്ടപ്പോൾ അവനുണ്ടായ വേദന എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് ഈ വേദിയിൽ വെച്ച് എനിക്ക് വൈഭവ് സൂര്യവംശിയോട് ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. നിന്റെ ഈ കഠിനാധ്വാനവും തപസ്സും ഒരിക്കലും വെറുതെയായിട്ടില്ല അനിയ. സ്കോർ ബോർഡിൽ നിങ്ങൾ മത്സരം പരാജയപ്പെട്ടിട്ടുണ്ടാകാം, നിന്റെ ടീമിന് ഫൈനലിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. എന്നാൽ നിന്റെ ഈ നിർഭയവും സ്ഫോടനാത്മകവുമായ ബാറ്റിംഗ് കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ഹൃദയം കീഴടക്കി കഴിഞ്ഞു. നിന്റെ ഈ 96 റൺസും ഏതിൽ സാധാരണ സെഞ്ചുറിയേക്കാളും എത്രയോ മടങ്ങ് വലുതും വിലപ്പെട്ടതുമാണ്. മത്സരം കഴിഞ്ഞ് ഒരു ജ്യേഷ്ഠൻ എന്ന പോലെ വൈഭവിനെ കിട്ടിപ്പിടിക്കുകയും തന്റെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം അവന് കൈമാറുകയും ചെയ്ത ഗുജറാത്ത് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ പ്രവൃത്തി കായിക സ്പിരിറ്റിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ്. വൈഭവ് സൂര്യവംശിയാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ യഥാർത്ഥവും ശോഭനവുമായ ഭാവിയെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഭാവിയിൽ അന്താരാഷ്ട്ര തലത്തിൽ അവൻ നമ്മുടെ രാജ്യത്തിന്റെ പേര് സുവർണലിപികളിൽ എഴുതി ചേർക്കും. സാറ ടെണ്ടുൽക്കറുടെ ഈ ദീർഘവും വൈകാരികവുമായ പ്രസ്താവനയോടെ സ്വന്തം ടീമിനെ ഫൈനലിൽ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വൈഭവിന്റെ പ്രകടനം ചരിത്രത്തിൽ എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്ന് ഉറപ്പായി. അപ്പോൾ പ്രിയ ക്രിക്കറ്റ് ആരാധകരെ, മുല്ലാൻപൂരിലെ മൈതാനത്ത് കരഞ്ഞുകൊണ്ടിരുന്ന വൈഭവിന്റെ അടുത്തേക്ക് ചെന്ന് കണ്ണുനീർ തുടച്ച സാറ ടെണ്ടുൽക്കറുടെയും അവൻ ആദരവ് നൽകിയ ശുഭ്മാൻ ഗില്ലിന്റെയും ഈ ചരിത്ര നിമിഷത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സാറ ടെണ്ടുൽക്കർ ഇന്ന് മൈതാനത്ത് കായിക സ്പിരിറ്റിന്റെ ഏറ്റവും മനോഹരമായ മാതൃകയാണ് കാണിച്ചു തന്നതെന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയതും നിഷ്പക്ഷവുമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ സാറ ഗിൽ വൈഭവ് റെസ്പെക്ട് എന്നെഴുതി ഞങ്ങളുമായി പങ്കുവയ്ക്കുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.